മതി അമ്മച്ചി നിർത്തി, കുറെ നേരമായല്ല. വല്ല തോട്ടിലൊക്കെ കൊണ്ടുവരാനുള്ളതാണ് ഈ പറയുന്നത്. കുറച്ച് 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 മതി. ഇതാണ് പുനലൂർ തൂക്കുപാലം. 1877 ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഹലോ, നമസ്കാരം, വണക്കം, വന്ദനം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഞെക്കി പൊട്ടിക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി തൃശ്ശൂരേക്ക് നമ്മൾ മീൻ ഫുഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരോവന അങ്ങനെ എന്തോ ഒരു മീനാണ്. യഥാർത്ഥത്തിൽ മീൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇദ്ദേഹം നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളെ പഴയൊരു വീഡിയോയിൽ കാക്കായെ കണ്ടിട്ടുണ്ട്. സജീർ എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പത്തനാപുരം കഴിഞ്ഞു. ആ മീൻ ഫുഡ് എടുക്കാൻ പോകുന്നത്, അത് ചെമ്മീനാണ് എടുക്കാൻ പോകുന്നത്. അതിനെടുക്കാനുള്ള ഫുഡാണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പത്തനാപുരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 3 മണിക്കാണ് വീട്ടിൽ നിന്ന്, വെള്ളിയാഴ്ച ജുമായൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഏകദേശം എത്ര സമയം എടുക്കും നോക്കാം. അങ്ങനെ അങ്ങനത്തെ 5 മണിക്കൂറാണ്. 5 മണിക്കൂറിൻ്റെ ഓടി എത്തുമോ? പുള്ളി അവിടെ 8 മണിക്ക് മറ്റേ കട അടയ്ക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫിഷിന് കൊടുക്കാനുള്ളത് ഒരു ഫിഷല്ലേ, ചെമ്മീനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിന് ചെമ്മീനല്ലേ, അതിന് ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ നമുക്കറിയത്തില്ല. ഉള്ളതാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഫിഷ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല, ഇദ്ദേഹം പോയിട്ടുണ്ട്. ആ മീൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ തന്നെയാണ് നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് തൃശ്ശൂരിലേക്ക്. ഇപ്പോൾ സമയം 4 മണി. അപ്പോൾ നമ്മളിപ്പോൾ കോന്നി ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. 4 മണിയായി. നമ്മൾ 3 മണിക്ക് എടുത്തത്. 3 മണിക്ക്. അപ്പോൾ 1 മണിക്കൂർ 55 കിലോമീറ്റർ. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 55 കിലോമീറ്റർ കൂടി എത്തിയിരിക്കുകയാണ്. 4 മണിയായിട്ട് നമുക്ക് ചായ കുടിക്കണ്ടേ? ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട്. നമ്മൾ ആ ജീവനുള്ള മീൻ കൊടുക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് ചെമ്മീനാണ്. നമ്മൾ സാധാ കൊഞ്ചില്ലേ, അത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ജീവനില്ലാത്ത മീനാണ് നമ്മൾ അതിന് ഫുഡായിട്ട് കൊടുക്കുന്നത്. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം നിലവിൽ തൃശ്ശൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം 5:15 നമ്മളിപ്പോൾ പാല എത്തിയിരിക്കുകയാണ്. ഇനിയൊരു 3 മണിക്കൂർ കൂടി നമുക്ക് യാത്രയുണ്ട് തൃശ്ശൂരേക്ക് എത്താൻ. 4:30 ചായ കുടിക്കുമെന്ന് പറഞ്ഞാണ്, ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. അതെ, ഇപ്പോൾ കറക്റ്റ് പാല ജംഗ്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. മതി അമ്മച്ചി നിർത്തി, കുറേ നേരമായല്ല. വല്ല തോട്ടിലൊക്കെ കൊണ്ടുവരാനുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ എന്തായാലും സമയം 6:10 ഞങ്ങളൊരു ചെറിയ തട്ടുകടയിൽ നിർത്തിയിരിക്കുകയാണ് ഒരു ചായ കുടിക്കാനായിട്ട്. സജീറൊക്കെ അവിടെ തൃശ്ശൂർ വിളിക്കുകയാണ്, ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, കട അടയ്ക്കല്ലേ എന്ന് പറയാനായിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു മുട്ട ബജ്ജി ഓർഡർ ചെയ്തു. ചട്ടണി അത്ര പോരായിരുന്നു, പക്ഷെ എന്നാലും മുട്ട ബജ്ജി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചെറിയ ചൂടൊക്കെ ആയിട്ട്. ചായ കുടി കഴിഞ്ഞ് നമുക്ക് നിൽക്കാനുള്ള സമയമില്ല, നമുക്ക് നേരെ വീണ്ടും യാത്ര തുടങ്ങണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യാത്ര തുടങ്ങാം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. രാത്രി ഇപ്പോൾ സമയം 8:45 അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അക്വേറിയം നമ്മുടെ സജീറാക്കി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അക്വേറിയത്തിലേക്ക് പോയി. ഇവിടെ ഒരുപാട് മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഇനി അകത്തേക്ക് പോയിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ മേടിക്കാവുന്ന സാധനം നമുക്ക് മേടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അകത്തേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആ സ്ഥാപനം, തൃശ്ശൂർ അക്വേറിയം എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ നിറച്ച് വെറൈറ്റി മീനൊക്കെ ഉണ്ട്, വളർത്തുമീനുണ്ട്, അലങ്കാര മത്സ്യങ്ങളൊക്കെ ഇവിടെ ധാരാളമുണ്ട്. അപ്പോൾ വന്നപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്ന മീനാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ക്യാമറ കണ്ണുകളിലൂടെ കാണുമ്പോൾ ഒരു ഭംഗി കുറവ് തോന്നുമെങ്കിലും അങ്ങനെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു. അവിടുത്തെ ആ അറ്റ്മോസ്ഫിയർ സൂപ്പറായിരുന്നു. ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. പല വെറൈറ്റി മീനുകൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് മേടിച്ച മീൻ തന്നെയാണ് ഇപ്പോൾ ഫുഡ് മേടിക്കാനായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഫുഡല്ലേ നമ്മൾ കൊണ്ടുപോകുന്നത്? എന്തോ എൻ്റെ പേര്? ഇതൊക്കെ എങ്ങനെയാ ഏട്ടാ ജോഡി വില? ജോഡി 40. ഇതോ?
ഇതെന്താ പാമ്പോ? ഇവിടെ പല സൈസ് മീനാണുള്ളത്. ഒരുപാട് മീനുകളുണ്ട്. ഇപ്പോൾ ഇരുട്ടാണ്, വെട്ടത്തിൻ്റെ ഒരു കുറവുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഇത് വേറൊരു മീനെ കാണിച്ചു തരാം. 1500 രൂപയോ ജോഡിയോ? പല സൈസ് വെറൈറ്റി മീനുകളുണ്ട്. അടിപൊളി സാധനം. ഈ ലൈറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ചെറിയ ഇത് തോന്നുന്നത്, പക്ഷേ സൂപ്പർ മീനാട്ടോ അത്. അക്വേറിയത്തിൻ്റെ അകത്തൊരു പാമ്പ്. ഇതെന്താ സാധനം? എന്താ അതെന്താ സാധനം? ആ പാമ്പ് തന്നെയാണോ? മലമ്പാമ്പ്. മലമ്പാമ്പ്. ഇത് വിഷമുള്ള സാധനമാണോ? ശേ, ഒന്ന് എടുക്കാൻ പറ്റുമോ? കടിക്കോ? അപ്പോൾ നമ്മൾ തൃശ്ശൂർ വന്ന് ഫുഡൊക്കെ മേടിച്ചു. അപ്പോൾ ഇതാണ് കടയിലെ ചേട്ടൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മീൻ തന്നിട്ടുണ്ട്. ഇത് മറ്റൊരു ചേട്ടനാണ്. അപ്പോൾ പോട്ടെ ചേട്ടാ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ വന്ന സാധനം നമുക്ക് വണ്ടിയിൽ അവർ ഡിക്കിയിൽ വെച്ച് തന്നിട്ടുണ്ട്. ഇതായിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ നമ്മൾ ഇവിടെ പറയുകയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇനി പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കണം. സൈറാക്ക എന്താണ് മേടിച്ച് തരുന്നത്? ചക്കയും കഞ്ഞിയാണെങ്കിൽ എനിക്ക് വേണ്ട. പഴങ്കഞ്ഞി രാത്രി ഞാൻ കുടിക്കൂല. സജീറാക്കാരൊക്കെ ഇന്ന് കുഴിമന്തിയാണ്, സ്പെഷ്യൽ കുഴിമന്തി. പോകുന്ന വഴിക്കൊക്കെ കട്ടറാണ്. മൂവാറ്റുപുഴ ചിലപ്പോൾ ആവശ്യമുള്ള കുഴിയുണ്ട്. കുഴി നിറയെ മാന്തിക്കൊള്ളണല്ലേ? അങ്ങനെ സജീറൊക്കെ പൊളന്നുകൊണ്ട് നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്ഥലത്ത്. ഇവിടെയൊക്കെ സ്ഥലം ഗ്ലാസ് കിട്ട്. ഇതെവിടെ സ്ഥലം? ഇതാ അങ്കമാലി അടുപ്പിച്ചാവറായി അല്ലേ? അങ്കമാലിയില്ല, ചാലക്കുടി. ചാലക്കുടി. ഈ ചാലക്കുടി. അപ്പം നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നു. കുറച്ച് മതി. അപ്പോൾ എൻ്റെ ഫുഡ്, ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. ഞാൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്, അത് എത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ നമുക്ക് മുള്ളുമുണ്ട്, ഒരു സ്പൂണും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തട്ടിക്കളയാം. നല്ല ചൂട് പറക്കണ ഫ്രൈഡ് റൈസും ഞാൻ ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ സജീറാക്ക ഒരു കപ്പയും ബീഫുമാണ് അദ്ദേഹം ഓർഡർ ചെയ്തത്. അതും കുഴപ്പമില്ല, മാന്യമായിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാനൊരു പീസ് എടുത്ത് കഴിച്ചായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു മൊജിറ്റോ പറഞ്ഞു, ലൈം ആൻഡ് മിൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ അതും തരക്കേടില്ലാതെ കൊള്ളാമായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതുമയാർന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.